ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. ഇന്ന് പുതിയൊരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പുതിയ ടെക്നിക്കൊന്നും അല്ല, എല്ലാവർക്കും അറിയുന്ന ടെക്നിക്കായിരിക്കും, 1 മിനിറ്റ് ടെക്നിക്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് പലർക്കും അറിയായിരിക്കും. എന്നാലും ഈ ഒരു ടെക്നിക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം, എന്നാലേ ഈ ടെക്നിക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പൊ കഴിഞ്ഞ ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 10 മിനിറ്റ് 10 ദിവസത്തെ ആ പ്രാക്ടീസ് നിർത്തി ഇനി ഈ ടെക്നിക്കിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കുന്നത്. അപ്പോൾ ഈ 1 മിനിറ്റ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടോപ്പിക് നിർത്താതെ 1 മിനിറ്റ് സംസാരിക്കാം. അത്രേ ഉള്ളൂ ഈ 1 മിനിറ്റ് ടോപ്പിക്കിൽ. പലർക്കും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് മനസ്സിലേക്ക് വല്ലാത്തൊരു നിരാശയാണ് വന്നിട്ടുള്ളത്. ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു നിരാശയാണ് പലർക്കും വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു രസകരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നമുക്കിത് വളരെയേറെ ഇഷ്ടപ്പെടും നമ്മൾ ഈ ടെക്നിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞാൽ. അതായത് ഒരു ടോപ്പിക് തന്ന് നമ്മളോട് നിർത്താതെ 1 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പാടാണ്. അതായത് ആ ഒരു ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ ചിലപ്പോ ഒരു സെന്റൻസ് പോലും വരില്ല. മൈൻഡ് വളരെ ബ്ലാങ്ക് ആവും. ആ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കത് സംസാരിച്ച് ഫലിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ നമുക്ക് ഈ ടെക്നിക്ക് വെറുത്തു പോകും. പക്ഷേ അങ്ങനെയല്ല ഇത് യൂസ് ചെയ്യേണ്ടത്. ഇത് യൂസ് ചെയ്യുന്നതിന് ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അതായത് ഈ ഒരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഏതൊരു വസ്തുവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തെ കുറിച്ച് സംസാരിക്കാം. അതും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട ഒരു കാര്യത്തെ കുറിച്ചോ എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതാണ് ഈ ഒരു 1 മിനിറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടർ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ 1 മിനിറ്റ് നിർത്താതെ സംസാരിക്കണം. അപ്പൊ ബിഗിനേഴ്സ് അല്ലാത്ത ആളുകൾക്ക്, അതായത് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം, കുറച്ചൊക്കെ സംസാരിക്കും, പക്ഷെ സംസാരിക്കാൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ സമയത്ത് പല സെന്റൻസ് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളവർക്ക് 1 മിനിറ്റ് സിമ്പിൾ ആയിട്ട് സംസാരിക്കാം, ഈസി ആയിട്ട് സംസാരിക്കാം. പക്ഷെ ബിഗിനേഴ്സിന്റെ കാര്യം അതല്ല. നമുക്ക് ഈ ഒരു സബ്ജക്ട് തരുമ്പോൾ നമുക്ക് വളരെ അറിയുന്ന ഒരു കാര്യമാണ് ഈ വാട്ടർ എന്നുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് വാട്ടർ എന്നറിയാം, പക്ഷെ നമുക്കത് സംസാരിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. 1 മിനിറ്റ് ഒരു ടോപ്പിക് സംസാരിക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ആലോചിക്കുക. 1 മിനിറ്റ് നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, അല്ലെ? ആ ഒരു ഐഡിയ വെച്ച് വേണം നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വാട്ടർ എന്നുള്ളതാണ് ടോപ്പിക് എന്ന്. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, വെള്ളം എന്നുള്ളതിനെ കുറിച്ച് 1 മിനിറ്റ് നിർത്താതെ സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കില്ലേ? അതെന്തൊക്കെയായിരിക്കും നമ്മൾ സംസാരിക്കാം? വെള്ളം നമുക്ക് വളരെ അത്യാവശ്യമാണ്. വെള്ളം നമ്മൾ കുടിക്കാനും കുളിക്കാനും പാചകം ചെയ്യാനും ഉപയോഗിക്കുന്നു. പിന്നെ മനുഷ്യ ശരീരത്തിന്റെ 60% വെള്ളം അടങ്ങിയിരിക്കുന്നു. വെള്ളത്തിന് നിറമില്ല, രുചിയില്ല, മണമില്ല. പിന്നെ വെള്ളം എവിടെ നിന്നൊക്കെയാ കിട്ടുന്നതെന്ന് നമുക്ക് പറയാം. പിന്നെ ചെടികൾക്കും മൃഗങ്ങൾക്കൊക്കെ വെള്ളം ആവശ്യമാണ് എന്ന് പറയാം. വെള്ളം നമ്മൾ സേവ് ചെയ്യണം, വേസ്റ്റ് ആക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അല്ലെ? വേറെ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള ഐഡിയാസ് ഇതൊക്കെയാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എന്റെ 1 മിനിറ്റ് ടെക്നിക് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കതൊന്ന് ഇംഗ്ലീഷിൽ തന്നെ ആ സെന്റൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ അവർ ലൈഫ്. വി നീഡ് വാട്ടർ ടു കുക്ക്, ക്ലീൻ ആൻഡ് ഡ്രിങ്ക്. The human body is made up of 60% water. Water has no color, smell or taste. We get water from well, river and rain. Plants and animals also need water to survive. We should save water and not waste it. ഇത്രയും കാര്യങ്ങളാണ് 1 മിനിറ്റിൽ നമുക്ക് പറയാൻ പറ്റുക. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴേക്കും 1 മിനിറ്റ് ആവും. അപ്പൊ ആ 1 മിനിറ്റിൽ നമുക്ക് പറയാൻ പറ്റിയ കുറച്ച് സിമ്പിൾ സെന്റൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഡെയിലി ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു 6-7 സെന്റൻസ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആവും. നമ്മൾ അറിയാതെ തന്നെ അത് ഫ്ലുവന്റ് ആയിക്കോളും നമ്മുടെ മൈൻഡിൽ. അപ്പൊ അടുത്തൊരു സബ്ജക്ട് ഞാൻ പറയുന്നത് ഫയർ. അപ്പൊ ഈ ഫയർ, തീ, അതിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ഇപ്പോ മലയാളത്തിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അല്ലെ? തീ നമുക്ക് ചൂടും പ്രകാശവും തരുന്നു. പിന്നെ തീ നമ്മളെ പാചകം ചെയ്യാൻ സഹായിക്കുന്നു. നിയന്ത്രിച്ചില്ലെങ്കിൽ തീ അപകടകാരിയാവും. പിന്നെ നമ്മൾ എവിടെയൊക്കെയാ തീ ഉപയോഗിക്കുന്നത് അത് പറയാം. പിന്നെ ഫയർ ഫോഴ്സ് തീ കെടുത്താൻ സഹായിക്കുന്നു.
പിന്നെ തീയോട് കളിക്കരുത്, അത് അപകടം ഉണ്ടാക്കും. തീ ഉപകാരപ്രദമാണ്, പക്ഷെ കെയർഫുൾ ആയേ പറ്റൂ. അപ്പൊ ഈ കാര്യങ്ങളാണ് എനിക്ക് തീ എന്നതിനെ കുറിച്ച് ഓർമ്മയിലുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് അതിനെ കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം, അല്ലെ? ഫയർ ഗിവ്സ് us light and heat. It helps us cook food. Fire can be dangerous if not controlled. Fire force helps us to extinguish fire. We use fire, candles, stoves and campfire. Never play with fire. It can cause accidents. Fire is useful, but we must be careful. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ 1 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് ആ ടോപ്പിക് അവസാനിപ്പിക്കാം. അപ്പൊ 2 ടോപ്പിക് നമ്മൾ ആലോചിച്ചുകൊണ്ട്, അതായത് 1 മിനിറ്റ് ആലോചിച്ചു, അതിനെക്കുറിച്ച് മലയാളത്തിൽ നമ്മൾ ആലോചിച്ചു, എന്നിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, മറ്റൊരു ടോപ്പിക് ഞാൻ പറയാം. ഒട്ടും ആലോചിക്കാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. അതായത് മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് 1 മിനിറ്റ് നിങ്ങൾ നിർത്താതെ ഒന്ന് സംസാരിച്ചു നോക്കൂ. അപ്പോ നമുക്കത് ഒരുമിച്ച് എന്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് നെയിം ഇസ് സൂര്യ. വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ മെനി ഇയേഴ്സ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇസ് very kind and helpful. We always support each other. We like spending time together. A best friend is like family. I know I am my best friend's best friend. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് 1 മിനിറ്റിൽ പറയാൻ പറ്റിയത്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പറയാൻ പറ്റിയതെന്ന് കമന്റ്സിൽ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 3 ടോപ്പിക് തരാം. ആ 3 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ ഈ 1 മിനിറ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് എനിക്ക് കമന്റ്സിൽ ഒന്ന് പറഞ്ഞു തരൂ. അറിയാലോ നിങ്ങളുടെ ഇംഗ്ലീഷ് ഏതുവരെ എത്തി, ഏതൊരു ലെവലിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആ 3 ടോപ്പിക് ഇങ്ങനെയാണ്. ഒന്ന്, മൈ ഡെയിലി റുട്ടീൻ. രണ്ടാമത്, മൈ ഫേവററ്റ് ഫുഡ്. മൂന്നാമത്, റെയിനി ഡേ. ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങളത് എന്താണ് നിങ്ങൾക്ക് ആ 1 മിനിറ്റ്, ഈ 1 മിനിറ്റ് ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് പറയാൻ സാധിച്ചോ, ആ പറയാൻ സാധിച്ചതിൽ നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ്സ് ഒരു 6-7 പോയിന്റ്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു 3-4 പോയിന്റ്സ് എങ്കിലും നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ്സിൽ പറയൂ. നിങ്ങളുടെ ഇംഗ്ലീഷ് ലെവൽ എനിക്ക് മനസ്സിലാക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്തം ചെയ്യാലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടെക്നിക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ ലൈക്കിലൂടെ കമന്റ്സിലൂടെ എന്നെ അറിയിക്കുക. ഓക്കെ, അടുത്തൊരു ടെക്നിക്കായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.